ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ മാല കെട്ടാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ കുളിച്ചൊക്കെ വൃത്തിയായതിനു ശേഷമാണ് മാല കെട്ടാനിരുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത അമ്പലത്തിലാണ്, നമ്മുടെ മറ്റത്ത് ദേവീക്ഷേത്രത്തിലാണ്. ഞാൻ ഇടയ്ക്കൊക്കെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നേരത്തെയൊക്കെ ഇങ്ങനെ മാല കെട്ടി കൊടുക്കുമായിരുന്നു. ഇപ്പോഴാണ് കുഞ്ഞിപ്പെണ്ണ് ഉണ്ടായതിന് ശേഷമാണ് അങ്ങനെ മാല കെട്ടാത്തത്. പക്ഷേ പഴയ പോലെ മാല കൊടുക്കണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ട്. അങ്ങനെ കൊടുക്കാൻ പറ്റട്ടെ. എൻ്റെ ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും എനിക്ക് കൂടെ നിന്നത്, എപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടം എൻ്റെ മറ്റത്തമ്മയാണ്, പിന്നെ എൻ്റെ വീട്ടുകാരും എൻ്റെ കുടുംബം. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ മാലയൊക്കെ കെട്ടി നമ്മൾ നേരെ അമ്പലത്തിലോട്ട് പോവാണ്. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ചേട്ടൻ്റെ വീട്ടിലാണ്. ചേട്ടൻ്റെ വീട്ടിൽ പോയി കുഞ്ഞിപ്പെണ്ണിനെ എടുത്തിട്ട് നമ്മൾ നേരെ പോവാണ്. ചേട്ടൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് അമ്പലം. അപ്പോൾ അമ്പലത്തിൽ ചെന്നപ്പോൾ പൂജയും കാര്യങ്ങളും ഒക്കെ നടക്കുകയായിരുന്നു. അങ്ങനെ പൂജയൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം പ്രസാദം മേടിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് നടക്കുകയാണ്. ഇതാണ് ചേട്ടൻ്റെ വീട്. നമ്മൾ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് കുഞ്ഞിപ്പെട്ട് സ്റ്റാൻഡ് എടുത്ത് ഭയങ്കര കളി. അപ്പോൾ വാതിൽക്കൽ കൂടെ അമ്മ പോകുന്നുണ്ടായിരുന്നു. അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ കൂട്ടുകാർ വന്ന് പിന്നെ കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ടുപോയി. കുഞ്ഞിപ്പെണ്ണ് പോയ പുറകിന് ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ടുവിട്ട് ഞങ്ങളാണെങ്കിൽ ഓച്ചിറയിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയൊക്കെയാണ്. ഇന്നാണ് പളനി പോകാൻ വേണ്ടിയിട്ട് മാല ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ചെന്ന് രസീതൊക്കെ എടുത്തതിന് ശേഷം മാലയും കാപ്പും ഒക്കെ മേടിച്ച് നമ്മളുടെ രണ്ടമ്മമാർക്ക് വേണ്ടിയിട്ട് കാപ്പും വളയും കൂടെ പൂജിച്ച് മേടിച്ച്, കാരണം അവർക്ക് വരാൻ പറ്റിയില്ലല്ലോ. പിന്നെ കാവടി നിറച്ച് നേരെ നമ്മൾ ഹോസ്പിറ്റലിലോട്ടാണ് പോയത്. കാവടിയാണെങ്കിൽ വീട്ടിൽ വെച്ചിട്ടാണ് വന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ വന്ന് കുഞ്ഞിപ്പെണ്ണിനെയൊക്കെ ഒന്ന് കാണിച്ച്, കുഞ്ഞിപ്പെണ്ണിൻ്റെ നടുവിന് ഒരു ചെറിയൊരു കടിച്ച പാട് പോലെ കണ്ട്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറിനെയൊക്കെ കണ്ട് ഇറങ്ങിയപ്പോൾ നമ്മളൊരു നാരങ്ങാവെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചിയുടെ ഒരു റിലേറ്റീവാണ് ഇവിടെ കിടപ്പുണ്ട് ഡെലിവറിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അമ്മ ക്യാമറയിൽ നോക്കി ടാറ്റയൊക്കെ തന്ന് നമ്മൾ നേരെ വീട്ടിലോട്ട് വീട്ടിൽ ചെന്നപ്പോൾ നമ്മൾ ഓച്ചിറയിൽ നിന്ന് ഉണ്ണിയപ്പം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂപ്പറായിരുന്നു. ഒരു ചേച്ചിയുടെ ഇന്ന് മേടിച്ചതാണ്. അങ്ങനെ പെട്ടെന്ന് നമ്മൾ ഒരു തട്ടിക്കൂട്ട് കറിയൊക്കെ വെച്ച് കയറി കിടന്ന് ഉറങ്ങുന്നതൊന്നും അതിൻ്റെ ഇടയിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ കുളിച്ച് വൃത്തിയായിട്ട് വിളക്കൊക്കെ കത്തിച്ച്, അതിൻ്റെ ഇടയിൽ കുഞ്ഞിപ്പെണ്ണ് എൻ്റെ നാമപുസ്തകമൊക്കെ 4 കഷ്ണമാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു സന്ധ്യ ആയപ്പോഴത്തേക്കും നമുക്ക് നാളത്തേക്ക് പായസം വെക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ചാരുമൂട്ടിലോട്ട് പോകേണ്ടതുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. നല്ല തലവേദന എടുത്താൽ ഈ വീഡിയോ എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ നിൽക്കാനും ഇരിക്കാനും വയ്യാത്ത തലവേദനയാണ്. ചേട്ടനോട് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് പോകുന്നുമില്ല. ആ ഒരവസ്ഥയിലാണ്. അങ്ങനെ ഞാൻ പോയിട്ട് വന്ന ഒറ്റൊരു കിടപ്പായിരുന്നു. അത്രയ്ക്ക് വയ്യായിരുന്നു. കാരണം ആ വെയിലെല്ലാം കൊണ്ടില്ലായിരുന്നു ഓച്ചിറയിൽ പോയപ്പോൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ